എനിക്കപ്പോഴേ അറിയായിരുന്നു സർ, നിങ്ങൾ എന്തായാലും ആ കള്ളനെ പിടിക്കുമെന്ന്. ഞാനിപ്പോ സ്റ്റേഷനിലോട്ട് വരണോ സർ? അതെ അതെ, തീർച്ചയായും വരണം. അപ്പോ മോനെയും കൂട്ടണോ സർ? അവനെ എന്തായാലും വിളിക്കണം. അവനല്ലേ ആദ്യം കള്ളനെ കണ്ടത്. അപ്പൊ കുറച്ച് മൊഴിയൊക്കെ എടുക്കാനുണ്ട്. ഓ, മൊഴി എടുക്കാനുണ്ടാ? ഓക്കെ സർ, എന്നാലേ ഞാൻ അവനെ വിളിച്ചോണ്ട് വരാം. ഓക്കെ സർ, ശരി ശരി. മോനെ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കേ. എവിടെ പോവാനാ അമ്മേ? നമുക്കേ സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. അതിൽ മോനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതാ. പിന്നെ പോലീസിന് എന്നിട്ട് കുറച്ച് മൊഴി എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ആ കള്ളനെ പിടിച്ചത്രേ. അപ്പോൾ നീയല്ലേ ആദ്യം കള്ളനെ കണ്ടത്, അപ്പോൾ കുറച്ച് നിന്റെ മൊഴി എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് റെഡി ആയേ, നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. വാ. ഞാൻ വരുന്നില്ല ഉമ്മച്ചി, എനിക്ക് പേടിയാവുന്നേ. നീ കരഞ്ഞാലുണ്ടല്ലോ നിന്റെ മണ്ട കിട്ടി ഞാൻ ഒന്ന് തരും കേട്ടോ. നീ കരയുമ്പോ തന്നെ എനിക്ക് ദേഷ്യം കൊണ്ടല്ലേ പെരുത്ത് കയറുന്നുണ്ടോ? നീ ഒരൊറ്റ ആൾക്കാരാണല്ലേ കള്ളന് ഈ വീടിനോട്ടകത്ത് കയറിയത്. അതുകൊണ്ടാണ് നമുക്കിപ്പോ പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ കൊണ്ടുവന്നത്. എന്നിട്ട് നീ കരയുന്ന? കരഞ്ഞാലോ മറ്റു. നേരെ ഉമ്മച്ചി പറയുന്നത് കേട്ട് ഉമ്മന്റെ പിന്നാലെ വന്നേ. നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് നേരെ പോയിട്ട് വരാം. വാ. മാഷേ, ആ കള്ളനെയില്ലേ പിടിച്ചു മാഷേ. ഓ അതെയോ, എന്നാ ഇനി നമുക്ക് പേടിക്കണ്ട അല്ലേ? ഓ, ഇപ്പോഴാ കുറച്ച് ആശ്വാസമായത്. ഓ, ആ കള്ളനെ പിടിച്ചോ? എന്നാ ഞാനും സ്റ്റേഷനിൽ പോട്ടെ. ഇനിയും കുറച്ച് പൈസ അയാൾ എടുത്തിട്ടില്ലേ? അതൊന്ന് വാങ്ങിക്കുക. മോനെ, ഈ റെഡി ആയില്ലേ? നമുക്ക് പോയാലോ? ഉമ്മച്ചി, നമുക്ക് പേടിയാണ് ഉമ്മച്ചി. പോലീസ് എന്നെ അടിക്കോ ഉമ്മച്ചി? നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ മോനെ, പിന്നെ നിന്നെന്തിനാ പോലീസ് അടിക്കുന്നത്? വാ, നമുക്കേ സ്റ്റേഷനിലോട്ട് പോ. ഉമ്മച്ചി, ഞാനില്ലേ കൊച്ചാപ്പയ്ക്ക്. എടാ, നിന്നോട് എത്ര പ്രാവശ്യം പറയുന്നത്? കൊച്ചാപ്പയല്ല, കള്ളൻ. ഇനി പോലീസിന്റെ മുന്നിലേ നീ കൊച്ചാപ്പ കിച്ചാപ്പാന്നൊന്നും പറയല്ല. കള്ളൻ. ഉമ്മച്ചി, പിന്നില്ലേ ഞാനില്ലേ ആ കള്ളനെ ജ്യൂസ് കൊടുത്തിന്, പിന്നെ കാല് മസാജ് ആക്കി കൊടുത്ത്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞാൽ പോലീസിന് തല്ലും ഉമ്മച്ചി. ഇല്ല മോനെ, ഉമ്മച്ചിയുടെ മോനെ ഇല്ലേ പോലീസ് ഒന്നും ചെയ്യില്ല. നീ ഇപ്പൊ ഉമ്മച്ചിയുടെ വെച്ചിട്ട് വന്നേ, പോലീസേ നിന്നൊന്നും ചെയ്യില്ല. ചിരിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല. ഇവളെ കള്ളം പറയുക. ആരി? ഞാനാ കള്ളം പറയുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് ബോട്ടിൽ പറഞ്ഞാല് ഉറക്കൊന്നും വരില്ല, ഇനിയിപ്പോ ബോട്ട് മറിഞ്ഞാലോ എന്നൊക്കെ പേടിച്ച് പേടിച്ച് കിടന്നത് നിങ്ങളല്ലേ, ഞാനാണോ? ചെറിയ കുട്ടിയോളാ പേടിക്കുന്നത്, ഞാനങ്ങനെ പേടിക്കൊന്നുമില്ല. മാമ, നിങ്ങളെ കള്ള പറയൊന്നും വേണ്ട കേട്ടോ. ഞങ്ങക്ക് അപ്പച്ചി വീഡിയോ കാണിച്ചു നിങ്ങൾ പേടിക്കുന്നതിന്റെ. വീഡിയോയാ? അതെ അളിയാ, വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് ചിരിച്ചു. അച്ചു. നല്ല മോളെ കിടന്നുറങ്ങിയ. അയ്യോ ലില്ലിമോളെ, കരയല്ലേ കരയല്ലേ കരയല്ലേ. അയ്യോ, രണ്ടുപേരും മാറി മാറി കരയല്ല, നല്ല കുഞ്ഞുങ്ങളല്ലേ. അയ്യോ കുഞ്ഞാറ്റ മോള്, മോള് കരയല്ലേ. മോള് കരയുന്നത് കേട്ടിട്ടതാ ലില്ലിമോള് കരയുന്നത്. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? രണ്ടാളും ഒരേ സമയത്തല്ലോ കരയുന്നത്. ഉണ്ണി വാ വാ വാ, ഉണ്ണി വാ വാ പോ. കരയണ്ട, ഞാനേ പാടുന്നില്ല. മതിയല്ലോ. രണ്ടാളും ഇങ്ങോട്ട് നോക്കിയേ. രണ്ടാളും കരയുന്നത് രക്ഷപ്പെട്ട്. മക്കളെ, ഇനി നിങ്ങൾ കരയരുത് കേട്ടോ. ചേച്ചി കുറച്ച് സമയം ഉറങ്ങട്ടെ. ഇതെന്ത് പറ്റിയടി? രണ്ടാളും ഒരേ സമയത്ത് കരയുന്നുണ്ടല്ലോ, എന്താ പറ്റിയേ? അത് പിന്നെയല്ലേ ബോട്ടിലെ ഹോണ് കേട്ടിട്ടേ കുഞ്ഞാറ്റമോള് കരയാൻ തുടങ്ങി. കുഞ്ഞാറ്റമോള് കരയാൻ തുടങ്ങിയത് കണ്ടിട്ടേ ലില്ലിമോളും കരയാൻ തുടങ്ങി. രണ്ടുപേരുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടേ മാറി മാറി കരയാൻ തുടങ്ങി. ശരി ശരി, ഞാനേ കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവരാം. നീ അമ്മയുടെ അടുത്ത് പോയിക്കോ. സർ, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, വരൂ ഭക്ഷണം കഴിക്കാം.
ആ ഇന്നേ എല്ലാരും ഈ ബോട്ടിൽ നിന്ന് നല്ലപോലെ ഭക്ഷണം കഴിച്ചോ. ഇനി വീട്ടിൽ പോയാലേ ദോശയും ഇഡ്ഡലിയും മാത്രം ഉണ്ടാവും. ഇവിടെ നിന്നാണെങ്കിലേ വെറൈറ്റി ഫുഡൊക്കെ കിട്ടുന്നില്ലേ. നല്ലപോലെ കഴിച്ചോട്ടോ. ആ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് റെഡി ആവാൻ നോക്കുക. നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് പോവാം. അല്ല പൈങ്കിളി, നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? അമ്മേ, നിങ്ങളൊക്കെ അവിടെ ഇരുന്ന് സെറ്റ് ആവുന്ന സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഞാൻ ഇവിടെ കുറച്ചും കൂടി കാറ്റ് കൊണ്ടോട്ടെ. നല്ല രസമുണ്ട് അമ്മ ഇവിടെ. ആ നീ ഒന്ന് പെട്ടെന്ന് വന്നിട്ട് നിനക്ക് വേണ്ട ഭക്ഷണം ഒന്ന് ഓർഡർ ആക്ക്. കാറ്റേ ഭക്ഷണം കഴിച്ചിട്ടായിട്ട് കൊള്ളാം. ആ അമ്മേ ശരി, ഞാനും വന്നു നിങ്ങൾ ഒന്നിച്ചിട്ട്. സർ, നിങ്ങൾക്ക് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് വേണോ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് വേണോ? മോനെ 2 ഐറ്റംസും എടുത്തോ. ഇവിടുത്തെ സ്പെഷ്യലൊക്കെ എടുത്തോട്ടോ. ഓക്കെ സർ. ഹായ്, എന്തോരം ഭക്ഷണങ്ങളാ. സർ, ഇനി വേറെന്തേലും വേണാലും വിളിച്ചാൽ മതി കേട്ടോ. ആ ശരി മോനെ, ആയിക്കോട്ടെ.